ഏഷ്യ കപ്പ് സൂപ്പർ 4 പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ബംഗ്ലാദേശിനെ 41 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. ഫൈനലിൽ പാകിസ്ഥാനെ എതിരാളിയായി കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് ഇന്ത്യൻ ആരാധകർ. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നിഖിൽ ഒപ്പം ചേരുന്നു. നിഖിൽ, ഒരു രാത്രി പകലിന് വഴിമാറുന്നു, പക്ഷേ ഇപ്പോഴും ഇന്ത്യൻ ആരാധകരുടെ ആഘോഷം, ആവേശം നിലച്ചിട്ടില്ല. കാരണം പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ആധിപത്യത്തോടെ ആധികാരികമായി പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഒരുപക്ഷെ നിരവധി വിവാദങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയങ്ങൾക്ക് ഓരോന്നിനും മാറ്റുകൂടും എന്ന കാര്യത്തിലും സംശയമില്ല. നമുക്ക് ആകെ ഇന്ത്യയുടെ വിജയം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങാം. കൃഷ്ണരാജ് പറഞ്ഞ പോലെ ആധികാരികമായ ജയം തന്നെ എന്ന് പറയാൻ സാധിക്കും. കാരണം പാകിസ്ഥാനെ പരാജയപ്പെടുത്തുക എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ 41 റൺസിൻ്റെ വ്യക്തമായ ആധിപത്യത്തോടു ഒരു വിജയം തന്നെയാണ് ടീം ഇന്ത്യ ഭാരതം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലേക്ക് ഭാരതം പ്രവേശിച്ചു. ഇനി അറിയേണ്ടത് ഫൈനലിൽ ആരാകും ഭാരതത്തിന് എതിരാളി എന്നുള്ളതാണ്. അതായത് ഇനി നടക്കാനിരിക്കുന്ന പാകിസ്ഥാൻ്റെ മത്സരമുണ്ട്, പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരമുണ്ട്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീമായിരിക്കും എന്തായാലും ഫൈനലിലേക്ക് വരിക, ഫൈനലിൽ ഭാരതത്തിന് എതിരാളിയായി വരിക. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഒരു പാകിസ്ഥാൻ മത്സരത്തിന് വീണ്ടും കളമൊരുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. 28 നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും, ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ പോരാട്ടം വരുമോ എന്നൊരു ചോദ്യം, അതിൻ്റെ ആകാംക്ഷയിലൊക്കെയാണ് ആരാധകരുള്ളത്. ഇനി നമുക്ക് മത്സരത്തിലേക്ക് വന്നാൽ, മത്സരത്തിൽ തുടക്കം മുതൽ വ്യക്തമായ ആധിപത്യം തന്നെയാണ് ടീം ഇന്ത്യ ഭാരതം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. കാരണം അഭിഷേക് ശർമ്മയുടെ ഒരു തകർപ്പൻ ഇന്നിങ്സ്, അഭിഷേക് ശർമ്മ 37 പന്തിൽ 75 റൺസ് പൂർത്തിയാക്കിയ അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ ഇന്നിങ്സ് തന്നെയാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. ഒപ്പം 19 പന്തിൽ 29 റൺസ് നേടിയ ശുഭ്മൻ ഗില്ലിൻ്റെ പ്രകടനം, ഈ രണ്ട് പേരുടെയും, അതായത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിലെ ഒരു പ്രകടനം, അതുതന്നെയാണ് ടീമിന് ഏറ്റവും കരുത്ത് പകർന്നത്. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ 77 റൺസാണ്, അതായത് 6 ഓവറിൽ 77 റൺസാണ് ടീമിൻ്റെ, അതായത് പവർ പ്ലേയിൽ 77 റൺസാണ് ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ അടിച്ചു കൂട്ടിയത്. 77 റൺസ് ശേഷം മാത്രമാണ് ആദ്യ വിക്കറ്റ്, 77 റൺസിലാണ് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. അത് ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നത് 77 റൺസ് എത്തിയപ്പോഴാണ് ടീം സ്കോർ. അതായത് തുടക്കം മുതൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായ ആധിപത്യം ടീം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അങ്ങനെ ആകെ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 168 റൺസ് ടീം എടുത്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം, ബാറ്റിംഗ് ഓർഡറിലേക്ക് വന്നാൽ പ്രധാന താരങ്ങളെല്ലാം ഇറങ്ങിയിട്ടും സഞ്ജു സാംസന് ഇറങ്ങാൻ അവസരം കിട്ടിയില്ല എന്നൊരു ശ്രദ്ധേയമാണ്. 6 വിക്കറ്റ് പോയിട്ടും സഞ്ജു സാംസൺ ക്രീസിലേക്ക് എത്തിയില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ സൂര്യകുമാറിനും ഗംഭീറിനും പിഴച്ചു എന്ന സംശയമുണ്ട്. കാരണം ഒരുപക്ഷെ ആ സമയത്ത് അക്സർ കളിച്ചോട്ടെ, അക്സർ ആഞ്ഞടിച്ചിട്ട് പുറത്തായി വന്നാലും സഞ്ജുവിന് അവസാന ഓവറുകളിൽ തകർത്ത് കളിക്കാമെന്നൊരു ചിന്തയാകാം അതിന് പിന്നിൽ. പക്ഷേ അത് പരാജയപ്പെട്ടു. കാരണം 15 പന്തിൽ 10 റൺസ് എടുക്കാൻ അക്സർ പട്ടേലിന് കഴിഞ്ഞുള്ളൂ. ഓപ്പൺ ചെയ്ത് തുടരെ സെഞ്ചുറികൾ അടിച്ച് ശീലിച്ച സഞ്ജുവിന് എന്തുകൊണ്ട് അവിടെ ഒരു സ്ലോട്ട് ഉണ്ടായില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. തീർച്ചയായും ഉഷയ പറഞ്ഞ പോലെ അക്ഷറിന് പകരം ഒരുപക്ഷേ സഞ്ജു ആയിരുന്നെങ്കിൽ സ്കോർ ഇനിയും ഉയർന്നേനെ. 41 റൺസ് വിജയം എന്നുള്ളത് കുറച്ചുകൂടി വലിയൊരു മാർജിനിലുള്ള വിജയം ആയി മാറിയേനെ. കാരണം നമുക്ക് സഞ്ജുവിനെ അറിയാം, സഞ്ജു ഈ ഓപ്പണിങ്ങിൽ ഇറങ്ങിയ മത്സരങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയ മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കിട്ടിയ അവസരങ്ങളൊക്കെ സഞ്ജു കൃത്യമായി അത് മുതലാക്കിയിട്ടുണ്ട് എന്ന് പറയാം. കാരണം തുടർച്ചയായി 3 2020 സെഞ്ചുറി നേടിയൊരു താരം കൂടിയാണ് സഞ്ജു. അങ്ങനെ സഞ്ജു കിട്ടുന്ന അവസരമൊക്കെ കൃത്യമായി വിനിയോഗിക്കുന്ന ഒരു താരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ടോപ്പ് ഓർഡറിലേക്ക് അക്ഷറിന് പകരം മുകളിലേക്ക് സഞ്ജുവിനെ ഇറക്കിയിരുന്നു. ഒരു കാര്യം കൂടി, പക്ഷേ ഇന്ത്യയുടെ ഫീൽഡിംഗ് അത്ര ആശാജനകമല്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ തുടരെ 2 ക്യാച്ചുകൾ അഭിഷേക് വർമ്മ കളയുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ 6 ക്യാച്ചുകളാണ്, അതിൽ 1 മാത്രമാണ് ഒരുപക്ഷെ കുറച്ച് ടഫായ ഒരു ക്യാച്ച് എന്ന് പറയാനാകും. ബാക്കിയൊക്കെ അനായാസം കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരു ക്യാച്ചുകളായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ടീം അത് 5 + 1 6 ക്യാച്ചുകൾ ഇന്നലെ ഡ്രോപ്പ് ചെയ്തു. ഇത് ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഇന്ത്യൻ ടീമിൻ്റെ ബാലൻസ്, അതായത് സന്തുലിതാവസ്ഥയെ ബാധിക്കില്ലേ? കൃഷ്ണരാജ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ടീം ഇന്ത്യയുടെ ആ ഒരു ഫീൽഡിംഗ് അത് വളരെ മികച്ചതായിരുന്നു. പക്ഷേ എന്നാൽ കഴിഞ്ഞ 1-2 മത്സരമായി അതിൽ ചെറിയ പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇന്നലത്തെ മത്സരം, അതായത് താരതമ്യേന ദുർബലരായ ഒരു ടീം ബംഗ്ലാദേശിനോട് കളിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ലൂസ്നെസ് ടീം കാണിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിനെ പോലെ ഒരു ടീമുമായി മത്സരിക്കുമ്പോൾ എന്തായാലും ജയം ഉറപ്പാണ്. ഒരു ഓവർ കോൺഫിഡൻസ് ടീമിനുണ്ടായോ എന്നൊരു സംശയമുണ്ട്. അതായിരിക്കാം ഫീൽഡിലും പ്രതിഫലിച്ചത്, അതുതന്നെ ആയിരിക്കാം എന്നൊരു വാദവും എന്തായാലും സമൂഹ മാധ്യമങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കൃഷ്ണരാജ് പറഞ്ഞ പോലെ ഈ 6 ക്യാച്ചുകൾ എന്ന് പറയുന്നത് അത് വളരെ നിർണായകമാണ്. ഒരുപക്ഷേ
കളിയുടെ ഗതി പോലും 2020 മത്സരമാണ്, കളിയുടെ ഗതി പോലും മാറ്റിമറിക്കാൻ സാധ്യതയാണ് ഈ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത്. അത് ഫൈനലിലേക്ക് വരുമ്പോൾ ആ പിഴവുകൾ കൃത്യമായി തിരുത്തിയില്ലെങ്കിൽ അത് വലിയ വില നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 28 നടക്കുന്ന ഈ ഒരു ഫൈനൽ പോരാട്ടത്തിൽ അത് ആ ഫൈനലിലേക്ക് വരുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഭാരതത്തിന്, ഇന്ത്യക്ക് ഈ ഒരു ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്ന അടക്കമുള്ള പിഴവുകൾ അത് കൃത്യമായി ഒഴിവാക്കിയാൽ ടീം കൃത്യമായ ഒരു വിജയത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ ഈ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് പോലുള്ള പിഴവുകൾ അത് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. ശരി നിഖിൽ, ഏതായാലും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ വന്നാൽ അത് വലിയ ആകാംക്ഷയും ആവേശവും ഒക്കെ ഉണ്ടാക്കും. കാരണം ഈ റൌഫ് ഒരു ആംഗ്യം ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ കാണിച്ചിരുന്നു. യുദ്ധവിമാനം ഇങ്ങനെ നിലത്ത് വീഴുന്നതായ ഒരു ആംഗ്യം, അതിന് ഗംഭീർ പറഞ്ഞതായ ഒരു മറുപടി വരുന്നത് അത് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ താഴേക്ക് വീണു എന്നത് കാണിച്ചതാണെന്നാണ്. പക്ഷേ കോഹ്ലിയുടെ മറ്റൊരു മറുപടിയായി വരുന്നത് അത് സമ്പദ് വ്യവസ്ഥയുടെ താഴ്ച മാത്രമല്ല, റൌഫിൻ്റെ കരിയർ ഗ്രാഫ് കൂടി താഴുന്നു എന്നതിൻ്റെ സൂചനയാണെന്നാണ്. പക്ഷേ ഒഫീഷ്യലാണോ എന്നറിയില്ല, എങ്കിൽ പോലും കൃത്യമായ മറുപടി അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ പോരാട്ടത്തിൽ പാകിസ്ഥാൻ എത്തുമോ എന്ന ചോദ്യം എല്ലാ ആരാധകരും പരസ്പരം ചോദിക്കുന്നുണ്ട്. താനും വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ.